ബദരീങ്ങൾ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു നാമമാണ് ബദരീങ്ങളെ കുറിച്ച്. നമ്മളുടെ ചെറുപ്പകാലത്ത് അവരെക്കുറിച്ച് നന്നായി നമ്മൾ പഠിച്ചവരാണ്. ഇസ്ലാമിക ചരിത്രം എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എന്നും പ്രശോഭിച്ച് നിൽക്കുന്ന താരകങ്ങളാണ് ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ. അതെ, പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് ആലിമ്രാനിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തിയവരുടെ സ്മരണകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് ഇപ്പോഴും എല്ലാ കാലത്തും നിലനിൽക്കുക തന്നെ ചെയ്യും. അതെ, അവര് വളരെയധികം ഉന്നത സ്ഥാനത്താണ് അള്ളാഹു അവരെ എത്തിച്ചിട്ടുള്ളത്. അന്ന് അവരുടെ ആ ഒരു പ്രവർത്തനം കൊണ്ട് അള്ളാഹു വലിയ സ്ഥാനം അവർക്ക് നൽകി എന്നതാണ്. നമ്മൾ ബദർ മൗലിദൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന കസീറം മിനൽ ഔലിയാഇ ലം തഹ്സുൽ ലഹുൽ വിലായത്തു ഇല്ലാ ബിഖിറാഅത്തി അസ്മാഇഹി വതവസ്സുലി ബിഹി. എല്ലാ ഉന്നത സ്ഥാനത്തെത്തിയ വലിയ ഔലിയാക്കളും വലിയ ഉന്നത സ്ഥാനത്തെത്തിയവരെല്ലാവരും ബദരീങ്ങളുടെ നാമം കൊണ്ട് തവസ്സുലാക്കി അവരെ മുൻനിർത്തി അള്ളാഹുവിലേക്ക് സഹായം ചോദിച്ചപ്പോഴാണ് അവർക്ക് വലിയ സ്ഥാനം കിട്ടിയത്. അതിനെ അവർ സ്ഥാനം കിട്ടാൻ അവർ ഉപയോഗിച്ചത് ബദരീങ്ങളെയാണ് എന്നൊക്കെ നമുക്ക് ബദർ മൗലിദിന്റെ അതിന്റെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അത്രയും വലിയ സ്ഥാനത്തേക്ക് അള്ളാഹു അവരെ ഉയർത്തി എന്നതാണ്. അതേ, ഒരു ഹദീസിൽ കാണാം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാം വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നബിയെ, നിങ്ങളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്തവരുടെ ശ്രേഷ്ഠത എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അവർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്, ഏറ്റവും ഉന്നതരാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ജിബ്രീൽ അലൈഹി സ്വലാമും പറയുന്നുണ്ട്, മലക്കുകളുടെ കൂട്ടത്തിലും ബദറിൽ പങ്കെടുത്ത മലക്കുകൾ ഞങ്ങൾ ഏറ്റവും ശ്രേഷ്ഠരാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദറിൽ പങ്കെടുത്തവർ എല്ലാ നിലക്കും ഏറ്റവും ഉന്നത സ്ഥാനങ്ങൾ അവർ കൈവരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചരിത്ര സംഭവം നമ്മളെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈമാനോടെ ദൃഢമായ വിശ്വാസത്തോടെ എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അള്ളാഹുവിലേക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ അവർക്ക് അള്ളാഹു വലിയ ഉന്നത സ്ഥാനം നൽകുകയും വലിയ ഉയർച്ച അതിലൂടെ നൽകും എന്നത് അള്ളാഹു നമുക്ക് ഈ ബദരീങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ കൂടുതൽ അള്ളാഹുവിലേക്ക് എല്ലാം ഭരമേൽപ്പിച്ച് ദൃഢമായ വിശ്വാസത്തോടെ നാം അള്ളാഹുവിലേക്ക് മടങ്ങണം എന്ന ഒരു പാഠമാണ് നമുക്ക് ഇതിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്.